ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയാണ് വിശേഷം? അപ്പോൾ ഇവിടെ നല്ല അടിപൊളി മഴയാണ് കേട്ടോ. വൈകുന്നേരം ഒരു ഉച്ചവരെ നന്നായിട്ട് വെയിലായിരുന്നേ, പെട്ടെന്ന് നല്ല മഴ. ഞാൻ വിചാരിച്ചിരിക്കുകയായിരുന്നു ഒന്ന് മഴ പെയ്തിരുന്നെങ്കിൽ, നോമ്പൊക്കെ എടുത്ത് ക്ഷീണിച്ചിരിക്കല്ലേ. പിന്നെ അച്ഛനെയൊക്കെ കൂട്ടി വന്നിട്ടാട്ടോ നോമ്പിൻ്റെ പരിപാടികളൊക്കെ തുടങ്ങിയേ. അപ്പോൾ ഞാൻ കുറച്ച് ചിക്കൻ എടുത്തിട്ട് കുറച്ച് ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ട് വേവിച്ചു കേട്ടോ. മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് വേവിച്ചു. അത് കഴിഞ്ഞിട്ട് ഒരു പാൻ എടുത്തിട്ട് അതേ ചിക്കൻ വേവിച്ച അതേ പാനാട്ടോ ഞാൻ എടുത്തത്. ചെറിയൊരു മടിയുള്ളത് കൊണ്ട് വേറെ മാറ്റമുണ്ടല്ലോ. അപ്പോൾ കുറച്ച് ഉള്ളി, ഇഞ്ചി ചെറുതായിട്ട് മുറിച്ചത്, പിന്നെ ഒരു മുളക്, കറിവേപ്പില ഇതൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഈ ഉള്ളി ഒന്ന് വാടി വരണം കേട്ടോ. അതുവരെ നമ്മൾ നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അപ്പോൾ എന്താ ഉണ്ടാക്കുന്നതെന്ന് പറയാം. ഞാൻ ചിക്കൻ റോളാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ചിക്കൻ റോള് പല സ്ഥലത്തുനിന്നും പല രീതിയിൽ ഉണ്ടാക്കിയിട്ട് ഞാൻ കഴിച്ചിട്ടുണ്ട്. ദോശ വെച്ച്, ചപ്പാത്തി വെച്ചിട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ എപ്പോഴും ഉണ്ടാക്കാറ് ഈ ഒരു രീതിക്കാണ്. അതായത് നമ്മൾ പഠിക്കുന്ന സമയത്ത്, അതായത് കോളേജിലൊക്കെ പോയിരുന്ന ആ സമയത്ത് ജ്യൂസും ചിക്കൻ റോളൊക്കെ കഴിക്കാൻ നമ്മൾ ഇങ്ങനെ കടയിലൊക്കെ കയറുന്ന സമയത്ത് അവിടെ നിന്ന് കിട്ടിയിരുന്നത് ഈ ടൈപ്പാണ് കേട്ടോ. അപ്പം ഞാനിങ്ങനെ വിചാരിച്ചു, ഇത് ഇത്ര സോഫ്റ്റും പക്ഷേ പുറം ഇങ്ങനെ മൊരിഞ്ഞൊക്കെ ഇരിക്കും, ഇത് എങ്ങനെയായിരിക്കും? പക്ഷെ നമ്മൾ വീട്ടിൽ കുടുംബക്കാരുടെ അടുത്തൊക്കെ പോകുമ്പോൾ ഒക്കെ കഴിച്ചിട്ടുണ്ട്, ഇതേപോലെ കിട്ടിയിട്ടേ ഇല്ല. അപ്പോൾ അവരൊക്കെ ദോശയൊക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൽ പൊടികളൊക്കെ ഇട്ടു കേട്ടോ. മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ചിക്കൻ മസാല, കുറച്ച് കാശ്മീരി ചില്ലി, ഇത്രയും ഞാൻ ആ ഉള്ളീൻ്റെ മസാലയിൽ ഇട്ടു കേട്ടോ. എന്നിട്ട് ചിക്കനും ഇട്ട് കൊടുത്തു. അപ്പോൾ അങ്ങനെ ഞാൻ യൂട്യൂബിൽ നോക്കിയപ്പോഴാണ് ഈ റെസിപ്പി എനിക്കൊരു 4 വർഷം മുമ്പാന്ന് തോന്നുന്നു കിട്ടിയത്. അന്ന് തൊട്ട് ഇന്ന് വരെ ഞാൻ ഈ ഒരു റെസിപ്പി തന്നെ കേട്ടോ ഫോളോ ചെയ്തിട്ടുള്ളത്. നല്ല അടിപൊളിയാണ്. വേറെ ദോശയൊക്കെ വെച്ച് ചെയ്യുന്നതിനൊക്കെ, അതായത് എന്താ പറയുക, മൈദ ദോശയൊക്കെ വെച്ച് ചെയ്യുന്നതിനേക്കാൾ കുറച്ചും കൂടെ ടേസ്റ്റായിട്ട് എനിക്കിതാണ് തോന്നിയിട്ടുള്ളത്. അപ്പം നമുക്ക് കുറച്ച് സാധനങ്ങൾ വേണം. അതിൽ പാല് വേണം. പാല് ഞാൻ ആദ്യം പാക്കറ്റ് പാലെടുത്തു. പക്ഷേ തിളപ്പിച്ച് വെച്ച പാലുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ പിന്നെ അതാണ് എടുത്തത്. പിന്നെ നമ്മുടെ ബ്രെഡ് കുറച്ച് ചെറിയ ബ്രെഡാണ്. കുറച്ച് വലിയ ടൈപ്പ് ബ്രെഡാണെങ്കിൽ കുറച്ച് വലുതായിട്ട് കിട്ടും കേട്ടോ. അതായത് ഈ കടികളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന തരത്തിൽ കിട്ടുന്ന ബ്രെഡ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് സംഭവങ്ങൾ. ബ്രെഡ് ക്രംസ് വേണം. പാലിൽ നമ്മൾ ജസ്റ്റ് ബ്രെഡൊന്ന് മുക്കിയിട്ട് അതിലത്തെ പാലൊക്കെ നന്നായിട്ടൊന്ന് അമർത്തി കളഞ്ഞിട്ട് അതിലേക്ക് ഫില്ലിങ്സ് വെക്കുക. എന്നിട്ട് അതൊന്ന് നന്നായിട്ട് പിടിച്ചു കൊടുക്കുക. 2 ഭാഗവും ഒട്ടുന്ന രീതിയിൽ നമ്മൾ ഈ ഇറച്ചിക്കായ്ക്കൊക്കെ ചെയ്യുന്നത് പോലെ ഒന്ന് പിടിച്ചു കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ബ്രെഡ് ക്രംസിൽ ഒന്ന് കോട്ട് ചെയ്യുക കേട്ടോ. അത്രയേ ഉള്ളൂ പണി. അപ്പോൾ എന്താക്കാം, അതിൻ്റെ ഇടയ്ക്ക് ഒരു കറിവേപ്പില എന്നെ വല്ലാതെ ഇടങ്ങേറാക്കി ഗൈസ്. അതുകൊണ്ട് ഞാൻ അതെടുത്ത് കളഞ്ഞു. അപ്പോൾ അങ്ങനെ നമ്മളെല്ലാം റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെക്കാം. കുറച്ചൊന്ന് റെസ്റ്റ് ചെയ്തോട്ടെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 5-10 മിനിറ്റ് ആ ടൈം കൊണ്ട് നമുക്ക് എണ്ണ ചൂടാവാൻ വെക്കാം. എണ്ണ എന്ന് പറഞ്ഞാൽ നന്നായിട്ട് ചൂടായിരിക്കണേ. നല്ലപോലെ ചൂടായിരിക്കണം. ഹൈ ഫ്ലെയിമിലായിരിക്കണം തീ. കാരണം ബ്രെഡിൽ പെട്ടെന്ന് എണ്ണ കുടിക്കും. അതുകൊണ്ട് എണ്ണ ചൂടായി കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് മുരിഞ്ഞ് കിട്ടാനേ ഉള്ളൂ കേട്ടോ. അല്ലാതെ കുറേ വേവാനൊന്നുമില്ല. കാരണം നമ്മൾ ഓൾറെഡി വെന്ത ഫില്ലിങ്സ് ആണല്ലോ ഉള്ളിൽ വെച്ചിട്ടുള്ളത്. പിന്നെ ആ ബ്രെഡല്ലേ, അത് 1 മിനിറ്റ് പോലും വേണ്ട വേവാൻ. അപ്പോൾ എന്താക്കണ്ട, ആരും തീ കുറച്ച് വെക്കരുത് ഇതുണ്ടാക്കുമ്പോൾ. ഇത് എന്നല്ല, ബ്രെഡിൻ്റെ ഒരു സാധനം ഉണ്ടാക്കുമ്പോഴും തീ കുറച്ച് വെക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു ബ്രൗൺ കളർ, ബ്രൗൺ എന്ന് വെച്ചാൽ നന്നായിട്ട് ബ്രൗൺ ആവണം കേട്ടോ. അത് തീ കൂട്ടി വെച്ചാൽ ആയിക്കോളും. കരിയാൻ പാടില്ല, എന്നാൽ കരിയുന്നതിൻ്റെ തൊട്ട് മുമ്പുള്ളൊരു കളറ് അങ്ങനെ ഇരിക്കണം കേട്ടോ. അപ്പോഴാണ് അതിൻ്റെ കറക്റ്റ് പരുവം. കാണാനും പിന്നെ കഴിക്കുമ്പോൾ നല്ല പിന്നെ മുരുമുരുന്നിരിക്കണമെങ്കിൽ ആ ടൈം ആവണം. ഞാൻ ഫസ്റ്റത്തെ കുറച്ച് എന്ന് പറഞ്ഞാൽ ഒരു ബ്രൗൺ കളറൊക്കെ ആയിട്ടുള്ളൂ കേട്ടോ. കറക്റ്റ് പരുവായപ്പോഴല്ല കോരിയത് ഫസ്റ്റത്തത്. പിന്നെ ഞാനെല്ലാം കുറച്ച് നന്നായിട്ട് കറുപ്പിച്ചിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതാണ് അതിൻ്റെ ഒരു കറക്റ്റ് പരുവം. അപ്പോൾ ഇത് നമ്മൾ കുറേ ടൈം എടുത്ത് നന്നായിട്ട് കളർ മാറി വരുന്നുണ്ടോ എന്ന് നോക്കുകയാണ്. അല്ലെങ്കിൽ നമ്മൾ എന്ത് കടി ഉണ്ടാക്കുകയാണെങ്കിലും ഫസ്റ്റത്തത് ഒരു പരീക്ഷണമായിരിക്കും. പിന്നെയാണ് അതിൻ്റെ കറക്റ്റ് പാകവും പരുവവും ഒക്കെ നമുക്ക് മനസ്സിലാവുക.
അങ്ങനെ പിന്നെ ആദ്യം ഞാൻ 2 ഇട്ടിട്ടുള്ളൂ. അതും ഈ ചട്ടീൻ്റെ ഒരു കപ്പാസിറ്റി അനുസരിച്ച് ഇടാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ 2 അല്ല 3 ഇടാൻ പറ്റും എന്ന് മനസ്സിലായപ്പോൾ ഞാൻ 3 ഇടാൻ തുടങ്ങി. അപ്പോൾ ഇതാണ് കേട്ടോ. നല്ല അടിപൊളിയായിരുന്നു. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ ബൈ.